ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ലാബ് 1ൽ നിന്ന് 2023 പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് മസ്റ്റായിട്ട് കാണുക, കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ലാബാണ് ലാബ് 2. തീർച്ചയായിട്ടും ഈ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ ഈ ലാബിന്റെ സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് പ്രാക്ടീസ് ചെയ്തു പോവുക. അതിന് സമാനമായ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ വർഷവും ചോദിക്കാൻ സാധ്യത. ഓൾറെഡി ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ ലാബുകളുടെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുടെ വീഡിയോസ് അടങ്ങുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ആ ലാബ് ആക്ടിവിറ്റീസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ 2021, 2022, 2023 മോഡൽ എക്സാമിനേഷൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 പബ്ലിക് ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 2ൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. എങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം എന്നും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുത്തുന്നു. സോ ഒരു ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. സോ Q2 ക്വസ്റ്റ്യൻ നമ്പർ 2 ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഈ ലാബിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ലാബ് 1ൽ ചോദിച്ചതുപോലെ ഇവിടെയും ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന് 2 മാർക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ സൈൻ എക്സ്. അതിനുവേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. അതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. വി ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സൈൻ എക്സ് എന്റർ ചെയ്യുമ്പോൾ സൈൻ എക്സിന്റെ മനോഹരമായ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അത് ഓൾജിബ്രയിലും കാണാൻ സാധിക്കും. സോ സ്റ്റെപ്പ് നമ്പർ 1 ചെയ്തു കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 2, ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് A and B വിത്ത് മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ 5 ആൻഡ് ഇൻക്രിമെന്റ് 0.01. ഇൻക്രിമെന്റ് 0.01 ആണ് വേണ്ടത്. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. 1 അല്ല 2. എവിടെയാണ് സ്ലൈഡർ ടൂൾ? ഇവിടെ. അത് സെലക്ട് ചെയ്യുക, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് സ്ലൈഡർ വന്നു. മിനിമം -5, മാക്സിമം 5 ഓക്കെയാണ്. ഇൻക്രിമെന്റ് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക 0.01. ഓക്കെ, 0.01 ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. 0.01. ഓക്കെ. സോ ഒരു സ്ലൈഡറായി. 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക, എഗെയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സെക്കൻഡ് സ്ലൈഡർ B വന്നു, മിനിമം വന്നു, മാക്സിമം വന്നു. ഇൻക്രിമെന്റ് എന്ത് കൊടുക്കുക? 0.01 എന്ന് കൊടുക്കുക. ഓക്കെ. സോ 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്ലൈഡറിന്റെ പേരെന്താണ്? Aയും Bയും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ g of x യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് g of x equal to f of x plus a plus b. എന്താണ് ഇൻപുട്ട് ഭാഗം? ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിഫോൾട്ട് ആയിട്ട് g എന്ന് തന്നെ വരും. അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ g of x equal to അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സമയം ലാഭിക്കാൻ വേണ്ടി ജസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം നമ്മൾ ഇൻപുട്ട് ചെയ്താൽ മതി. എന്താണ്? f of x plus a plus b. തെറ്റാതെ ഇൻപുട്ട് ചെയ്യുക. സ്മോൾ ലെറ്റർ f, ബ്രാക്കറ്റിനകത്ത് x plus a, x plus a, സ്മോൾ ലെറ്റർ a. അടുത്തെന്താണ്? ഔട്ട്സൈഡ് ആണ്, ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് ആണ് പ്ലസ് ബി എന്ന് കൊടുക്കേണ്ടത്. കണ്ടോ? ഇതല്ലേ നമ്മുടെ കമാൻഡ്? കറക്റ്റ് ആയിട്ട് കൊടുത്തു. എന്റർ കൊടുക്കുമ്പോൾ റെഡ് കളർ ഗ്രാഫ്, അതാണ് നമ്മുടെ g എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ. സോ നമുക്ക് 2 ഫംഗ്ഷൻ കിട്ടി, എഫും ജിയും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ്. എഫ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എഫ് ഇവിടെ സൈൻ എക്സ് ആണല്ലോ. അപ്പൊ കോസ് എക്സ്, ടാൻ എക്സ് ഒക്കെ ആക്കി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ്, അതിവിടെയുള്ള സ്ലൈഡർ ടൂളിൽ ലാസ്റ്റ് 1 ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യണം. വിൻഡോയിൽ ക്ലിക്ക് ചെയ്താലേ വരത്തുള്ളൂ. നമുക്ക് ഫംഗ്ഷൻ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. സോ ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാപ്ഷൻ തിരിച്ചറിയുന്നതിന് വേണ്ടി
ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാ കൊടുക്കേണ്ടത്? ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് എഫ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ എഫ് ആണ് ലിങ്ക് ചെയ്യേണ്ടത്, അത് മാറിപ്പോകരുത്. ഓക്കെ, സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അപ്ലെറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറെ, ചാർജുള്ള എക്സാമിനറെ വിളിച്ച് നമ്മൾ അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് കാണിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എങ്ങനെ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 2 ഹെഡിങ് കൊടുക്കണം, അത് മസ്റ്റ്. ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്തു? അപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതി നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനറെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതിൽ എ പാർട്ട്, ഫിക്സ് ദ വാല്യൂസ് ഓഫ് എ അറ്റ് 0 ആൻഡ് ബി അറ്റ് 3. നമ്മുടെ സ്ലൈഡറിൽ എ എന്ന് പറയുന്നത് 0യിലേക്ക് മാറ്റുക. എ 0യിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ആരോ കീ ക്ലിക്ക് ചെയ്ത് കുറച്ച് വാല്യൂ കുറച്ച് 0യിലേക്ക് എത്തിക്കുക. ഓക്കെ, എ 0 എത്തിക്കുക. ബി എന്താണ്? 3. അപ്പോൾ ഇവിടെ ഒന്നിനെ പുറത്ത് ഹൈഡ് ചെയ്ത്, അപ്പോൾ ഈ നമുക്ക് ഇവനെ ഇങ്ങോട്ട് മാറ്റി നിർത്താം. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചു. ബി എന്ന് പറയുന്നത് എന്താണ്? 3ലോട്ട് മാറ്റാനാണ് പറഞ്ഞത്. ബി എന്ന് പറയുന്നത് 3ലോട്ട് മാറ്റുക. കണ്ടോ, വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയും. ഇതൊക്കെ നിങ്ങൾ ലാബ് ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ 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 കൂടിപ്പോയി അല്ലേ? 3. ഓക്കെ, സ്മോൾ ലെറ്റർ എ 0യിലായി, ബി എന്താണ്? 3യിൽ ആക്കുക. ഇതാണ് അടുത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഫിക്സ് ദ വാല്യൂസ് ഓഫ് എ അറ്റ് 0, ബി അറ്റ് 3. കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സുമായി കമ്പയർ ചെയ്ത് ജി ഓഫ് എക്സിന് എന്ത് സംഭവിച്ചു എന്ന് എഴുതുക. എന്ത് സംഭവിച്ചു? ഈ ഗ്രാഫ് ബേസ് ഇവിടെ ആയിരുന്നു അല്ലേ? -1 ആയിരുന്നു. ഇപ്പൊ എന്തായി? അതിന്റെ ബേസ് ഇവിടെ നിന്ന് 2ലേക്ക് എത്തി. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതിന്റെ മാക്സിമം എന്തായിരുന്നു? ഇവിടെ ആയിരുന്നു, 1ലായിരുന്നു. ഇവിടെ മാക്സിമം എത്ര എത്തി? 4ലെത്തി. അതായത് 3 യൂണിറ്റ് വെർട്ടിക്കലി ഷിഫ്റ്റ് ചെയ്തു അപ്വേർഡ്സ്. അവിടെ എന്താണ് നടന്നത്? കമ്പയർ വിത്ത് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. അത് ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? സെയിം ഗ്രാഫ് ബട്ട് ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് 3 യൂണിറ്റ് വെർട്ടിക്കലി അപ്വേർഡ്സ് ഫ്രം ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫിൽ നിന്ന് 3 യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. വെർട്ടിക്കലി അപ്വേർഡ്സ്. എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ് ആണ് ഷിഫ്റ്റ് ചെയ്തത്. ഇതാണ് നിങ്ങൾ ആൻസർ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അല്ലേ? നോക്കിയൊക്കെ 0 ഇവിടെ നിന്നിട്ട് അടുത്ത് ഇവിടെ നിന്ന് 3 അല്ലേ? ഇവിടെ നിന്ന് 3 യൂണിറ്റ് വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. അപ്പൊ കമ്പയർ ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് ജി ഓഫ് എക്സ്. അത് നിങ്ങളുടേതായ ഭാഷയിൽ കറക്റ്റ് ആയിട്ട് രീതിയിൽ നിങ്ങൾ ആൻസർ ബുക്കിൽ രേഖപ്പെടുത്തുക. ഇതാണ് ആദ്യത്തെ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. തീർച്ചയായും ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്നൊരു ലാബ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ റെഡ് കളർ ഗ്രാഫിന്റെ ഡൊമൈൻ എന്ത്? ഡൊമൈൻ മീൻസ് എക്സ് വാല്യൂ. ഇങ്ങേ അറ്റം മറ്റേ ഈ റെഡ് കണ്ടോ? ഈ സ്ക്രീൻ കണ്ടോ? ഹൊറിസോണ്ടൽ ലൈൻ വെച്ചാൽ ഇവിടെ അങ്ങ് അറ്റം വരെ കിടക്കുകയാണ് അല്ലെ? എവിടെ എടുത്താലും നമുക്ക് ഇമേജ് ഉണ്ട്. എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അതിന് ഇമേജ് കണ്ടെത്താൻ സാധിക്കും. ദാറ്റ് മീൻസ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ. ഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ ആർ. വാട്ട് ഈസ് ഇറ്റ്സ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ. ഈ ഗ്രാഫിന്റെ y വാല്യൂ എവിടെ മുതൽ എവിടം വരെ? നോക്കി നോക്കടാ. ബേസ് എന്താണ്? 2. മാക്സിമം വാല്യൂ എത്രയാണ്? 4 ആണ്. സോ 2 മുതൽ 4 വരെയുള്ള റിയൽ നമ്പർ. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ 2,4. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ. ഏത് എക്സ് വാല്യൂ എടുത്താലും നമുക്ക് എന്തുണ്ട്? ഇമേജ് ഉണ്ട്. ഒരു y വാല്യൂ കണ്ടെത്താം. സോ ഡൊമൈൻ ക്യാപിറ്റൽ ആ. എന്നാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ എന്തിനും ഇടയ്ക്ക് 2 മുതൽ 4 വരെയുള്ള റിയൽ നമ്പർ. അത് ഇന്റർവെലിന്റെ ഭാഷയിൽ എഴുതുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 2,4. സോ ഡൊമൈൻ ക്യാപിറ്റൽ ആ, റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 2,4. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ എ പാർട്ടായി അതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്ക്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 2ലെ ബി പാർട്ട്. ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് the graph of g of x coincide with the graph of the following function. 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്ക് ഇട്ടിട്ടുള്ളത്. അത് മാത്രം ആൻസർ ചെയ്യുക. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമ്മുടെ g of x എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ ഗ്രാഫും ഈ cos x, ഇതാണ് ടിക്ക് ഇട്ടിട്ടുള്ളതെങ്കിൽ cos x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുമ്പോൾ what is the value of a and b? ഇതാണ് കണ്ടെത്തേണ്ടത്.
അപ്പം അതിന് വേണ്ടി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അപ്ലെറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ എഫ് ആവശ്യമില്ല, അതുകൊണ്ട് ഒന്ന് ഹൈഡ് ചെയ്യാം. നമുക്ക് ഈ ജി ഓഫ് എക്സ്, ഈ റെഡ് കളർ ഗ്രാഫ് കോസെക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, അതാണ് കാണേണ്ടത്. ചില കുട്ടികളെങ്കിലും ഇവിടെ ഇത് എഡിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷന്റെ അവിടെ നമ്മുടെ റിക്വയർഡ് ഫംഗ്ഷൻ എന്താണ്, കോസെക്സ് എഡിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് തെറ്റ്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എയും ബിയും 0 എന്നേ കിട്ടത്തുള്ളൂ, അത് തെറ്റാണ്. ഇൻപുട്ട് ബാറിൽ പുതുതായി ആ ഫംഗ്ഷൻ കൊടുക്കുക. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു, കോസെക്സ്, എൻ്റർ ചെയ്തു. അപ്പോൾ ഈ അല്ലെ ഈ ഗ്രാഫും അടുത്ത നമ്മുടെ റെഡ് കളർ ഗ്രാഫും ഒരു കോയിൻസൈഡ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ എന്ത്, അത് കാണാൻ വേണ്ടി നിങ്ങൾക്കറിയാം. ആദ്യം ബി മൂവ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക, ജസ്റ്റ് ലൈവ് ആക്കുക. നെക്സ്റ്റ് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞു അല്ലേ, ഇതിനെ ജസ്റ്റ് താഴോട്ട് കൊണ്ടുവരിക, ഒരേപോലെ ആക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരേ ബേസ് ഒരേ അല്ലേ, മേളത്തെ സംഗതി ഒരേ ലെവലാക്കി. ഇനി എ എന്ന സ്ലൈഡർ വാല്യൂ മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എങ്ങോട്ടാണോ കൊണ്ടുവരാം കേട്ടോ. ഞാൻ ലെഫ്റ്റിലോട്ട് അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് ഇത് രണ്ടും ഒരേപോലെ എത്തിക്കണം അല്ലേ. ഇത് ഇവിടേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരുപോലെ തോന്നി അല്ലേ, പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഇതൊന്ന് സൂം ചെയ്ത് നോക്ക് കേട്ടോ. സൂം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും 1.55 കറക്റ്റ് ആണോ, കറക്റ്റ് ആണോ. വീണ്ടും 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 ചെയ്തു കണ്ടോ, കറക്റ്റായിട്ട് വാല്യൂസ് കോയിൻസൈഡ് ചെയ്തോ, രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്തോ, ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. 5.4 അല്ല, വീണ്ടും ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. 5.6 5.7 ഓക്കെ. 5.8 ആയപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നു. 5.7 ഇതാണ് ആക്യുറേറ്റ് വാല്യൂ. വീണ്ടും വേണമെങ്കിൽ നമുക്ക് എത്രത്തോളം സൂം ചെയ്യാം, അത്രത്തോളം ഒക്കെ സൂം ചെയ്യാം. കറക്റ്റ് ആണ്, കോയിൻസൈഡ് ചെയ്തു. സോ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്തപ്പോൾ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, അതാണ് ആൻസർ. എ ഈക്വൽ ടു 1.57 ആൻഡ് ബി ഈക്വൽ ടു 0. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 1.57 ആൻഡ് ബി ഈക്വൽ ടു 0. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ എക്സാമിനർ ചോദിക്കും, ഈ ഒരൊറ്റ വാല്യൂ മാത്രമാണോ പോസിബിൾ, വേറെ ഏതെങ്കിലും പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതാണ് വൈവ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് പറയും, ഉണ്ട്, സാധ്യതയുണ്ട്. കാരണം ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മൂവ് ചെയ്യിപ്പിക്കാം കേട്ടോ. അതിങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാമല്ലോ. ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ വീണ്ടും നോക്കിക്കോ, വേറെയും സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ ഫയൽ തീർന്നല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ സ്ലൈഡർ വാല്യൂ കൂട്ടി കൊടുത്താലും മതി കേട്ടോ. ഇനി ലെഫ്റ്റിലോട്ട് കൊടുക്കാം. നേരത്തെ പോസിറ്റീവ് വാല്യൂ അല്ലേ, എയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂ വരത്തക്ക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സാധ്യതയുണ്ടോ, ഇതിപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതാണല്ലോ 1.57 നേരത്തെ ആൻസർ. അപ്പോൾ വീണ്ടും ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് വാല്യൂസിൽ വീണ്ടും ഈ ഒരു ഇൻക്രിമെൻറ്റിനകത്ത് വരാൻ സാധ്യതയുണ്ട്, ഈ ഒരു ലിമിറ്റിനകത്ത് അല്ലേ. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ, ഏകദേശം എത്തി എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കുക. -4.7 അല്ലേ, -4.7 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ കറക്റ്റ് വാല്യൂ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, കണ്ടോ, വീണ്ടും വീണ്ടും സൂം ചെയ്തപ്പോൾ ചെറിയ ഗ്യാപ്പില്ലേ. അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം, അപ്പോൾ ഗ്യാപ്പ് കൂടി. അപ്പോൾ എന്ത് ചെയ്യണം, ഓക്കെ, അപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ കൊടുത്താലും എത്ര സൂം ചെയ്താലും അവ കോയിൻസൈഡ് ചെയ്താൽ മനസ്സിലാക്കും. സോ സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു -4.71 ആൻഡ് സ്മോൾ ലെറ്റർ ബി ഈക്വൽ ടു എന്താണ്, 0. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസിൽ ഇവ എന്ത് ചെയ്യാം, കോയിൻസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കേസുകളെല്ലാം സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ബി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. എ എന്ന് 1.57 ആകാം, -4.7 ആകാം. വീണ്ടും നമ്മൾ -5 മുതൽ +5 വരെയാണല്ലോ കൊടുത്തിരിക്കുന്നത് സ്ലൈഡറിന്റെ മിനിമം മാക്സിമം. അത് വീണ്ടും വർദ്ധിപ്പിച്ചാൽ മറ്റൊരു പോയിന്റിൽ വീണ്ടും അത് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലാബ് ചെയ്യുന്നതിലൂടെ. അടുത്ത് ഇപ്പൊ ടിക്ക് ചെയ്തത് കോസ് ആണ്. ചിലപ്പോൾ ടിക്ക് ചെയ്തത് -sin x ആണെങ്കിൽ എന്ത് ചെയ്യണം, -sin x ആണെങ്കിൽ വീണ്ടും ഇതേപോലെ എന്ത് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് h(x) വേണ്ട, വീണ്ടും അതിനെന്ത് ചെയ്യുക, ഹൈഡ് ചെയ്തു. അടുത്തിവിടെ താഴെ ഇൻപുട്ട് ബാറിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, -sin x എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, -sin x. ഓക്കെ, എൻ്റർ കൊടുത്തു. അപ്പോൾ രണ്ട് ഗ്രാഫ് ഏകദേശം ഒരുപോലെ വന്നു അല്ലേ. അപ്പോൾ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇതാണല്ലോ ഇപ്പോഴത്തെ ഗ്രാഫ്, -sin x-ന്റെ ഗ്രാഫ് ഇതായിരുന്നേ. അതിനെ ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ബ്ലൂ ആക്കാം, അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അടിപൊളി. സോ ഈ രണ്ട് ഗ്രാഫും ജി ഓഫ് എക്സ് റെഡ് കളറുമായിട്ട് ഇത് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് നേരത്തെ പോലെ ഇവിടെ ഓക്കെ ആണല്ലേ. അപ്പോൾ ഈ വാല്യൂ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എ എന്ന് പറയുന്ന സ്ലൈഡർ വാല്യൂ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വീണ്ടും നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നു, അവർ ഒന്നാകുന്ന
നിമിഷം നമ്മൾ അത് എഴുതുന്നു. ഓക്കെ, നമ്മളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഇതൊക്കെ കാണുമ്പോൾ ഒരുപോലെയൊക്കെ തോന്നും, ചിലപ്പോൾ അത് ഒരുപോലെ അല്ല എന്ന് സൂം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? എത്ര സൂം ചെയ്തിട്ടും ഒരു കാര്യമില്ല, കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? സൂം ചെയ്ത് വാ, സൂം ചെയ്ത് വാ, സൂം ചെയ്ത് വാ. കണ്ടോ, സൂം ചെയ്ത് വന്നപ്പോൾ പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മാക്സിമം എന്ത് ചെയ്യുക, സൂം ചെയ്ത് നോക്കുക. ഇത് ലൈവായില്ല, ലൈവ് ആക്കുക, താഴോട്ടാണ് അപ്പോൾ വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് -3.14, സ്മോൾ ലെറ്റർ എ -3.14, ബി ഈക്വൽ ടു എന്താണ് 0 എന്ന് നമ്മുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക അല്ലേ? സ്മോൾ ലെറ്റർ എ -3.14, ബി ഈക്വൽ ടു 0. അതുപോലെ സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു +3.14 വന്നാലും ഇത് കോയിൻസൈഡ് ചെയ്യും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം മറ്റൊരു 2 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഇൻപുട്ട് ബാറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ ചെയ്ത് കൊടുക്കണം, അല്ലാതെ ആ ഇൻപുട്ട് ബോക്സിൽ അല്ല ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Answer only one question having tick mark from the following. Using input box, change the definition of the function f of x to root x. ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ വീണ്ടും, ഇനി നമുക്ക് ഈ പി ഒന്നും വേണ്ട, അത് ഹൈഡ് ചെയ്തു, നമ്മുടെ പഴയ എഫ് ഇനി വീണ്ടും വേണം. ഈ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് റൂട്ട് എക്സ് എന്ന് കൊടുക്കണം. റൂട്ട് എക്സിന്റെ കമാൻഡ് നിങ്ങൾക്കറിയാം, SQRTX അല്ലെ? എൻ്റർ കൊടുക്കുമ്പോൾ റൂട്ട് എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സ്റ്റാൻഡേർഡ് വീലൊന്ന് ആക്കിക്കൊള്ളണം കേട്ടോ. സ്റ്റാൻഡേർഡ് വീലാക്കുമ്പോൾ ആ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ എഫ് ഉണ്ട്, ജി ഉണ്ട് അല്ലേ? എഫ് എന്നാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത്, ഈ ഗ്രീൻ കളർ ഗ്രാഫാണ്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ടു റൂട്ട് എക്സ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ആസ് ഗിവൺ ആസ് ഫോളോസ്. നമുക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ -2,∞ റേഞ്ച് 3,∞ ആക്കുമ്പോൾ പുതിയ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ച് വന്ന് അതേപോലെ റൈറ്റ് എ ആൻഡ് ബി, വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, ഇത് രണ്ടും എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡൊമൈൻ ഇപ്പൊ ഇതാണ് 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്നേ ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ. ആ ടിക്കിട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. ഡൊമൈൻ -2,∞ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഏതാണ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്, ഏത് ഗ്രാഫാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഏതാണ്? റെഡ് കളർ ഗ്രാഫ്. ഇതിന്റെ ഡൊമൈൻ -2,∞ മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് വാല്യൂ -2 ചാടിക്കണം അല്ലേ? എക്സ് വാല്യൂ -2 എത്തിക്കണം. -2 മുതൽ ഇൻഫിനിറ്റി വരെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ -2 എത്തിക്കുക. എത്തി. ഇപ്പോൾ എക്സ് വാല്യൂ എന്താണ്? -2 എത്തി. അപ്പൊ ഈ റെഡ് കളർ ഗ്രാഫ്, അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -2,∞. ഓക്കെ, അപ്പൊ ഡൊമൈൻ ഞാൻ റെസ്ട്രിക്ട് ചെയ്തു, -2,∞ ആക്കി. ഇനി അറ്റ് ദ സെയിം ടൈം അതിന്റെ റേഞ്ച് 3,∞ ആക്കണം. ഈ ഗ്രാഫിന്റെ റേഞ്ച് 3,∞, അതായത് y വാല്യൂ 3 മുതൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അപ്പൊ ഇതിനെ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് നടത്തണം. വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് നടത്താൻ ബി എന്ന് പറയുന്ന സ്ലൈഡറാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. കണ്ടല്ലോ, നമ്മുടെ റേഞ്ച് 3 to ഇൻഫിനിറ്റി ആക്കണമെങ്കിൽ y വാല്യൂ 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റുക. ഓക്കെ, ഇപ്പോൾ ഈ ഫംഗ്ഷന്റെ ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -2,∞, റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 3,∞. ഈ സമയത്ത് നമ്മുടെ എയുടെ വാല്യൂ എന്ത്, ബിയുടെ വാല്യൂ എന്ത്? എ എന്താണ്? 2 ആണ്, ബി എന്താണ്? 3. ഇത്രയും എഴുതിയാൽ മതി. ഇതിന്റെ ഡൊമൈൻ റേഞ്ച് റെസ്ട്രിക്ട് ചെയ്തല്ലോ, പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എയുടെയും ബിയുടെയും വാല്യൂസ് മാത്രം എഴുതിയാൽ മതി. റൈറ്റ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? സോ അത് എഴുതുമ്പോൾ മാർക്ക് കിട്ടി 2. ഇനി സപ്പോസ് നിങ്ങൾക്ക് ടിക്കറ്റ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡൊമൈൻ 3,∞ റെസ്ട്രിക്ട് ചെയ്യണം. ഡൊമൈൻ 3,∞ പോകണം. ഡൊമൈൻ 3,∞ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ 3 എത്തിക്കണം. ഇവിടെ എത്തിക്കണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി വീണ്ടും സ്ലൈഡർ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അതിനെ എന്താണ്? 3,∞ ഡൊമൈൻ 3,∞ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ 3 y വാല്യൂ അല്ല, എക്സ് വാല്യൂ 3 എത്തിക്കുക. എക്സ് എന്ന് പറയുന്നത് 3 എത്തിക്കുക. ഓക്കെ, അത് മൂവ് ചെയ്യിപ്പിച്ച് ഇവിടെ
എത്തി. ഓക്കെ, ഇപ്പൊ നോക്കി നോക്ക്, ഈ റെഡ് കളർ ഗ്രാഫിന്റെ എക്സ് വാല്യൂ 3 മുതൽ ഇൻഫിനിറ്റി വരെ. ഡൊമൈൻ ഞാൻ റെസ്ട്രിക്ട് ചെയ്തു. നെക്സ്റ്റ് റേഞ്ച് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? 4, ഇൻഫിനിറ്റി. അത് എളുപ്പമാണ്. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് മേളിലോട്ട് എടുത്താൽ മതി. 4, ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന്റെ അതായത് റെഡ് കളർ ഗ്രാഫിന്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 3, ഇൻഫിനിറ്റി. ഇതിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 4, ഇൻഫിനിറ്റി. അപ്പോൾ എ എന്ത്, ബി എന്ത്? a = -3, b = 4. അത് നിങ്ങളുടെ ആൻസർ ബുക്കിൽ രേഖപ്പെടുത്തുക. a = -3, a = -3, b = 4. ഇതുപോലെ നിങ്ങൾക്ക് ആ തേർഡ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം, ഡൊമൈനും റേഞ്ചും റെസ്ട്രിക്ട് ചെയ്ത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചോദിക്കുന്നത്. നമ്മൾ ലാബ് 2 ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എക്സാമിനേഷന് ഇത്തരത്തിൽ ഡൊമൈനും റേഞ്ചും ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ കോയിൻസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതൊന്നും നമ്മുടെ ലാബ് മാനുവലിൽ ഇല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 2023 സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രാക്ടീസ് ചെയ്യുക. ഇത് പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈസി ആയിട്ട് 8 മാർക്ക് സ്കോർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ ലാബ് 4ന്റെ 2023 ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യനുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.